വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം 25 7 8 സൂക്തങ്ങളാണ്. അവർ ചോദിക്കുന്നുണ്ടല്ലോ, ഇതെന്തൊരു പ്രവാചകനാണ്, ഭക്ഷണം കഴിക്കുന്നു, അങ്ങാടികളിലൂടെ നടക്കുന്നു, എന്തുകൊണ്ട് ഇദ്ദേഹത്തോടൊപ്പം ഒരു മാലാഖയെ ഇറക്കിയില്ല? അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് സമ്പത്തിൻ്റെ ഒരു ഖജനാവ് എന്തുകൊണ്ട് ദൈവം ഇറക്കി കൊടുത്തില്ല? അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഭക്ഷ്യയോഗ്യമായ നല്ല നല്ല തോട്ടങ്ങളൊന്നും ഇല്ലാത്തതെന്തേ? ആ ധിക്കാരികൾ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ പിൻപറ്റുന്നത് ആഭിചാരബാധയേറ്റ ഒരുത്തനെയാണ്. നോക്കുക, എന്തൊക്കെ ന്യായങ്ങളാണ് അവർ തങ്ങളെക്കുറിച്ച് ഉന്നയിക്കുന്നത്. അവർ വഴികേടിലായിരിക്കുന്നു. അതിനാൽ അവർക്ക് സത്യമാർഗം കണ്ടെത്താൻ കഴിയുന്നില്ല. ഒരു മനുഷ്യന് ദൈവദൂതനാകാൻ കഴിയില്ല. ദൈവദൂതൻ മാലാഖയായിരിക്കണം, മലക്കായിരിക്കണം. അഥവാ ഒരു മനുഷ്യൻ ദൈവദൂതനായിട്ട് വന്നാൽ അവൻ്റെ കൂടെ ഒരു മാലാഖയും കൂടി ഉണ്ടായിരിക്കണം. അവൻ വലിയ സമ്പന്നനായിരിക്കണം. ധാരാളം കാർഷിക വിഭവങ്ങളൊക്കെയുള്ള തോട്ടങ്ങളും രമ്യഹർമ്മ്യങ്ങളൊക്കെ ഉള്ളവനായിരിക്കണം. ഇതൊന്നുമില്ലാത്തൊരു സാധാരണ മനുഷ്യൻ എങ്ങനെ പ്രവാചകനായി നിയോഗിക്കപ്പെടും എന്നാണ് അക്കാലത്തെ സത്യനിഷേധികൾ ആ പ്രവാചകനെതിരിൽ ആരോപിച്ചിരുന്ന കുറ്റങ്ങൾ. അപ്പോൾ ഈ ചിന്താഗതി നബി തിരുമേനിക്ക് മുമ്പുള്ള കാലഘട്ടങ്ങളിലും തലമുറകളിലും സത്യനിഷേധികൾ വെച്ച് പുലർത്തിയിരുന്നതായിട്ട് ഖുർആൻ ചരിത്രപരമായി തന്നെ ഉദ്ധരിക്കുന്നുണ്ട്. യാസീൻ എന്ന അധ്യായത്തിൽ ഇപ്രകാരം വിവരിക്കുന്നുണ്ട്. ഒരു നാട്ടിലേക്ക് ദൈവം 2 പ്രവാചകന്മാരെ നിയോഗിച്ചു. പക്ഷെ അന്ന് നാട്ടുകാർ അവരെ പ്രവാചകന്മാരായിട്ട് അംഗീകരിക്കാൻ തയ്യാറായില്ല. അപ്പോൾ 3ാമതൊരാളെ കൂടി അയച്ചു. എന്നിട്ടും ആ പ്രവാചകന്മാർ വിശ്വസിച്ചില്ല. അവർ പറഞ്ഞത്, നിങ്ങൾ ഞങ്ങളെപ്പോലുള്ള കേവലം മനുഷ്യന്മാർ മാത്രമാണ്. അഥവാ മനുഷ്യർക്ക് പ്രവാചകന്മാരാകാൻ കഴിയില്ല എന്ന് വാദിക്കുകയായിരുന്നു അവർ. എന്ന് മാത്രമല്ല, ആ പ്രവാചകന്മാരെ കല്ലെറിഞ്ഞ് കൊന്നുകളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഓടിക്കുകയായിരുന്നു അവർ. പക്ഷേ നിഷേധികളും ദൈവധിക്കാരികളുമായ ആ ജനത കൂടുതൽ കാലം വാഴുകയുണ്ടായില്ല. പെട്ടെന്നൊരു ദിവസം ദൈവിക ശിക്ഷയ്ക്ക് പാത്രീഭൂതരായി തീർന്നു. അവരൊന്നടങ്കം നിലംപരിശാക്കപ്പെടുകയും ചെയ്തു. നബി തിരുമേനിയോടുള്ള അക്കാലത്തെ ജനതയുടെ മനോഭാവവും ഇതുതന്നെയായിരുന്നു. അതുകൊണ്ടാണ് അവർ നബിയെ മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും അവസാനം അവർ അദ്ദേഹത്തെ വധിക്കാൻ പദ്ധതി തയ്യാറാക്കിയതും. പക്ഷെ ദൈവത്തിൻ്റെ കാരുണ്യത്താൽ അദ്ദേഹം രക്ഷപ്പെടുകയും മദീനയിലേക്ക് ഹിജറ നാടുവിട്ടു പോവുകയും ചെയ്തു. അവിടെയുള്ള ജനങ്ങൾ അദ്ദേഹത്തെ പ്രവാചകനായിട്ട് അംഗീകരിക്കുകയും മദീനയുടെ ഭരണാധികാരിയായി ചുമതലയേൽക്കുകയും ചെയ്തു. വിശുദ്ധ ഖുർആനും പ്രവാചക ചരിത്രവും ഒരാവർത്തി പോലും വായിക്കാത്ത അല്പജ്ഞാനികൾ നബി തിരുമേനിയെ ഭ്രാന്തനെന്നും വിശുദ്ധ ഖുർആനെ ഭ്രാന്തൻ ജൽപ്പനങ്ങൾ എന്നും പറഞ്ഞ് പരിഹസിക്കുന്നവർ ഇക്കാലത്തുമുണ്ട്. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ പ്രവാചകനായിട്ട് നിയോഗിക്കപ്പെടുകയില്ല എന്ന ആ പൗരാണിക ചിന്താഗതി തന്നെയാണ്. എന്നാൽ നബി തിരുമേനിക്ക് മുമ്പുള്ള ലക്ഷത്തിൽ പരം പ്രവാചകന്മാരെക്കുറിച്ച് ഇവർ തികഞ്ഞ അജ്ഞതയിലുമാണ്.